വാർദ്ധക്യത്തിലെത്തി ആരോരുമില്ലാതെ വിഷമിക്കുന്ന നിരാലംബരും നിർധനരുമായ ആളുകളെ സ്വീകരിച്ച് ഇവിടെ വന്നേ പിന്നെ ഏതാണ്ട് 300 കൂടുതൽ പേര് ഞങ്ങളുടെ പരിചരണവും ശുശ്രൂഷയും അനുഭവിച്ച് സമാധാനത്തിൽ മരിക്കാനിടയായി. അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാൾ അച്ഛന് ഞാനൊരു ഓട്ടോറിക്ഷ വാങ്ങിത്തരാം, അങ്ങനെ ഓട്ടോറിക്ഷ അതിന് ആരംഭത്തിൽ വാങ്ങിത്തന്നു. അത് ഞാൻ 5 കൊല്ലം ഓടിച്ചു. തൻ്റെ 81-ാം വയസ്സിലും നല്ലൊരു കർഷകനായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എൺപത്തിയൊന്നാം വയസ്സിലും തൻ്റെ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണമൊരുക്കാൻ പറമ്പിൽ പണിയെടുക്കുന്ന ഒരു വന്ധ്യ വൈദികനുണ്ട് കണ്ണൂരിൽ. ചെങ്ങളായി നെല്ലിക്കുന്നിൽ പ്രവർത്തിക്കുന്ന സമരിറ്റൻ ഹോമിലെ വൈദികനായ ഫാദർ തോമസ് CST ആണ് ആ കർമ്മശ്രേഷ്ഠൻ. വാർദ്ധക്യത്തിലെത്തി ആരോരുമില്ലാതെ വിഷമിക്കുന്ന നിരാലംബരും നിർധനരുമായ ആളുകളെ സ്വീകരിച്ച് വാർദ്ധക്യത്തിൽ അവർക്ക് ആവശ്യമായ പരിചരണവും ശുശ്രൂഷയും മരുന്നും ഭക്ഷണവും നൽകി സമാധാനത്തിൽ മരിക്കാൻ ഇടവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 97-ൽ അത് ലീനിക് ഹോസ്പിറ്റലാണ് ചെറുതായിട്ട് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ 98-ലേക്ക് ഇങ്ങോട്ട് ഈ ഇടവകയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഇടവക പാവപ്പെട്ട ഇടവകയാണ്, 70 വീട്ടുകാരേ ഉള്ളൂ. അപ്പോൾ അവരെ ഉദ്ധരിക്കണം. അതുപോലെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങണം എന്നുള്ള വിചാരത്തോടെയല്ല ഞാൻ വരുന്നത്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഈ സ്ഥാപനത്തിന് വേണ്ടി 1/2 ഏക്കർ സ്ഥലം തരാമെന്ന്. അത് പിതാവ് അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ 1/2 ഏക്കർ സ്ഥലത്ത് ഈ സ്ഥാപനം തുടങ്ങിയത്. അത് ഔദ്യോഗികമായിട്ട് തുടങ്ങിയത് 1999 ഡിസംബർ 27-ാം തീയതിയാണ്. ഈ സ്ഥാപനത്തിന് കൊടുത്ത പേര് സമരിറ്റൻ ഹോം. 1998-ലാണ് തോമസ് അച്ഛൻ ചെങ്ങളായി നെല്ലിക്കുന്നിലേക്ക് കടന്നു വരുന്നത്. അന്ന് മുതൽ ഇവിടെയുള്ള ഇടവക സമൂഹത്തെ അച്ഛൻ ഒരുപാട് സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏറിയ സാഹചര്യം അച്ഛനുണ്ടായിരുന്നിട്ടും അച്ഛൻ അതിനെയൊക്കെ തരണം ചെയ്യുകയും ഈ സ്ഥാപനം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അച്ഛന് സാധിക്കുകയും ചെയ്തു. അച്ഛൻ കടകൾ തോറും കയറി ഇറങ്ങിയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള വക കണ്ടെത്തിയത്. അതുപോലെ തന്നെ അച്ഛനോടൊപ്പം മേഴ്സി സിസ്റ്ററും വിനി സിസ്റ്ററും ഒക്കെ ഒരുപാട് സഹകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് അച്ഛൻ ഈ സ്ഥാപനത്തെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോയത്. അമ്പത്തഞ്ചാം വയസ്സിലാണ് ഈ സമരിറ്റൻ ഹോമിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് 81 വയസ്സായി. ഞാൻ ഇവർക്ക് വേണ്ടി അന്നു മുതൽ അധ്വാനിച്ച് ഇവരുടെ സർവ്വതോന്മുഖമായ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി കഠിനം അധ്വാനം ചെയ്ത് ഇവിടെ ജീവിക്കുന്നു, വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി. ഇപ്പോൾ 29 സഹോദരങ്ങളുണ്ട്. ഇവിടെ വന്നേ പിന്നെ ഏതാണ്ട് 300 കൂടുതൽ പേര് ഞങ്ങളുടെ പരിചരണവും ശുശ്രൂഷയും അനുഭവിച്ച് സമാധാനത്തിൽ മരിക്കാനിടയായി. ആരോരും ഇല്ലാത്തവരെ, ആർക്കും വേണ്ടാത്തവരെ ഇവിടെ തന്നെ ഞങ്ങൾ കല്ലറ ഉണ്ടാക്കിയിട്ട് അവിടെ അടക്കുന്നു. ആരെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുവിടുന്നു. ഇത് അന്ന് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ യാതൊന്നിനും കുറവുണ്ടായിട്ടില്ല, കൂടുതലും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെയാണ് ഇത് നടന്നു പോകുന്നത്. ഭക്ഷണം, വസ്ത്രം, മരുന്ന് ഇതെല്ലാം ജനപങ്കാളിത്തത്തോടുകൂടി സഹായ സഹകരണത്തോടെ നടന്നു പോകുന്നു. അത് ദൈവത്തിൻ്റെ വലിയ പരിപാലന ഇവിടെ അനുഭവിച്ചറിയുകയാണ്. ഇവിടെ കൊണ്ടുവരുന്ന രോഗികൾ പലപ്പോഴും കിടപ്പ് രോഗികളുമുണ്ട്. ഇത് തുടങ്ങി അന്ന് മുതൽ ഒരു 4-5 പേരെങ്കിലും കിടപ്പുകാരാണ്. അവരെല്ലാം ഇവിടെയുള്ള സിസ്റ്റേഴ്സ് യാതൊരു അറപ്പും വെറുപ്പും കൂടാതെ അവരെ സ്നേഹിച്ച് അവരെ ശുശ്രൂഷ ചെയ്യുന്നു. അത് മറ്റുള്ളവർ പോലും അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അത് ഒരിക്കലും സാധ്യമല്ല. അവരെ എത്ര അഭിനന്ദിച്ചാലും അത് കൂടിപ്പോകില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്നു. 5:30 ആകുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു. അതിനുശേഷം 8:30-ക്ക് ഞാൻ പണിക്കിറങ്ങും. ഞാൻ ഫിലിപ്പൈൻസ് വന്ന അന്ന് എടുത്ത ഒരു തീരുമാനമാണ് അധ്വാനിച്ച് ഇവർക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ളത്. പിന്നെ വീടിനും കിണറിനുമൊക്കെ സ്ഥാനം കാണാൻ പോകാറുണ്ട്. അതിനങ്ങനെ ഒരു 100-300 വീടിൽ കൂടുതൽ ഞാൻ സ്ഥാനം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചാച്ചൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, എനിക്ക് പാവങ്ങൾക്ക് വേണ്ടി അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അച്ഛനെ 2 ഏക്കർ സ്ഥലം ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അച്ഛന് ചെയ്യാവുന്ന ജീവികാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം.
അങ്ങനെ ആ കിട്ടിയ ആ തുക കൊണ്ട് അത് ഞാൻ വർദ്ധിപ്പിച്ച് കുറേ വീടുകൾ എനിക്ക് തീർക്കാൻ സാധിച്ചു. അതുപോലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു, രോഗികൾക്ക് ചികിത്സയ്ക്ക് സഹായം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് കുറേയൊക്കെ സഹായിക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കഴിയുന്നതും ആ കിട്ടിയ തുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചു. തൻ്റെ 81-ാം വയസ്സിലും നല്ലൊരു കർഷകനായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഒരു വൈദികൻ എന്ന നിലയിലും നല്ല ഒരു സാമൂഹ്യ സന്നദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിലും മാത്രമല്ല, അച്ഛൻ ശ്രദ്ധേയമാകുന്നത് നല്ല കർഷകൻ എന്ന നിലയിൽ കൂടിയാണ്. ഇവിടെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു ജൈവ കൃഷി പുതിയ തലമുറയ്ക്ക് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ കൃഷിയിടങ്ങളിലാണ്. ഞാൻ നെല്ലിക്കുന്ന് വരുമ്പോൾ ഈ ഇടവയ്ക്ക് 6 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും അത് ദേഹണിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നിയത് ഈ സ്ഥലം ആദ്യമേ ദേഹണിക്കണം. അതിന് ഞാൻ പാലായി പോയി കൂടത്തായി 650 കൊണ്ടുവന്ന് വെച്ചു. അത് ആ സ്ഥലത്ത് വെട്ടുകളെ കളച്ച് ഇഞ്ചി കൃഷി ചെയ്തു. അതും എനിക്ക് നല്ലൊരു വിളവ് കിട്ടി. നല്ല ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് കൃഷിയോട് വേണ്ടത്ര താല്പര്യമില്ലാത്ത നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊരു നല്ല മാതൃകയായി മാറിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട തോമസ് അച്ഛനെ അഭിനന്ദിക്കുകയാണ്. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് വെള്ളമുള്ള ഒരു തോടിൻ്റെ അടുത്ത് 1 ഏക്കർ സ്ഥലം ദൈവം എനിക്ക് വാങ്ങിച്ചു തന്നു. അവിടെ ഞാൻ എല്ലാ കൂട്ടം കൃഷിയും ചെയ്യുന്നുണ്ട്. അവിടെ തെങ്ങ്, കമുക്, വാഴ. ഇക്കൊല്ലം ഞാൻ 50 ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ വെച്ചിട്ടുണ്ട്. റോബസ്റ്റായി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെഡി ചെയ്ത കൊടി 100 കൊടിയോളം ഉണ്ട്. പന്നൂരാണ് ഒട്ടിച്ചത്. ആ കൊടിയിൽ നീക്കൊല്ലം എനിക്ക് തോന്നുന്നു 1 കിൻഡൽ മുളകെങ്കിലും കിട്ടാം. വാനില കൃഷി ചെയ്തിട്ടുണ്ട് 19 അതുകൊണ്ട് അത് അടുത്ത കൊല്ലം പൂവിടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാത്തരം പഴങ്ങളും വേണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇവിടെയായിട്ട് എല്ലാത്തരം കൃഷിയുണ്ട്. തോമസ് അച്ഛൻ്റെ കൈകളിലെ തഴമ്പിന് അധ്വാനത്തിൻ്റെ സുഗന്ധമാണ്.